ഇന്നത്തേത് ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ്. നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് Realme 9 5G SC എന്ന സ്മാർട്ട് ഫോണാണ്. ഇത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ലോഞ്ച് ചെയ്തിട്ടുള്ള സ്മാർട്ട് ഫോൺ ഒന്നുമല്ല, കുറച്ച് പഴയ സ്മാർട്ട് ഫോണാണ്. 6 മാസങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുള്ള ഒരു സ്മാർട്ട് ഫോണാണ്. ഈ ഒരു ഫോൺ 20,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടായിരുന്നു ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പം വിലയും കാര്യങ്ങളൊക്കെ കുറഞ്ഞിട്ടുണ്ട്. ഈ ഒരു ഫോൺ ഞാനിപ്പം മേടിച്ചിരിക്കുന്നത് 15,000 രൂപ പ്രൈസ് റേഞ്ചിലാണ്. എന്തായാലും നമുക്ക് അൺബോക്സിങ്ങിലോട്ട് കിടക്കാം. നമ്മൾ ആദ്യമായിട്ട് ബോക്സ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഒരു ബോക്സ് അതിൻ്റെ ഉള്ളിൽ വരുന്നുണ്ട്. അതിൽ നമുക്ക് ഒരു TPU കേസ് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചില ഡോക്യുമെൻറ്റേഷൻസും കാര്യങ്ങളൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ട്. TPU കേസിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം തരക്കേടില്ലാത്ത ഒരു TPU കേസാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ താഴെയായിട്ട് നമുക്ക് നമ്മുടെ ഫോൺ ലഭിക്കുന്നുണ്ട്. അതിൻ്റെ താഴെയായിട്ട് നമുക്ക് ചാർജർ ലഭിക്കുന്നുണ്ട്. ചാർജറിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 30 വാട്ടിൻ്റെ ചാർജറാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് സിം ഇജക്ടർ ടൂൾ ഇതിൽ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചാർജിങ് കേബിളും ഇതിൽ ലഭിക്കുന്നുണ്ട്. ടൈപ്പ് സി കേബിളാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. നമുക്ക് നോക്കിയാൽ കാണാം, ഇതിൽ ടൈപ്പ് സി കേബിളാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഫോണിൻ്റെ കാര്യം നോക്കാം. ഇനി ഫോണിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അസ്യൂർ ബ്ലൂ എന്നുള്ളൊരു കളർ വേരിയൻ്റാണ് എൻ്റെ കയ്യിലുള്ളത്. അതായത് ബ്ലാക്കും ഒരു ബ്ലൂ ഒക്കെ കൂടി ചേർന്നിട്ടുള്ള ഒരു കളറാണ് ഈ ഒരു കളറ്. പിന്നെ ഈ ഒരു കളർ എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ അത്യാവശ്യം തരക്കേടില്ല എന്ന് പറയാം. പിന്നെ ഡിസൈൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്യുന്ന സമയത്ത് ഇത് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു. പക്ഷേ കയ്യിൽ കിട്ടിയപ്പം കുറച്ചും കൂടി ബെറ്ററാണ് എന്ന് തോന്നിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു ക്യാമറ മോഡ്യൂൾ കുറച്ച് റേസ് ചെയ്തിട്ടാണ് കിടക്കുന്നത്. അതെനിക്കൊരു പ്രശ്നമായിട്ടൊന്നും തോന്നിയിട്ടില്ല, പക്ഷേ റേസ് ചെയ്തിട്ടാണ് ഇത് കിടക്കുന്നത്. പിന്നെ വേറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഇത് അത്യാവശ്യം സ്ലിപ്പറി ആയിട്ടുള്ള ഒരു ബാക്ക് പാനലായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം ഈ ഒരു ഫോൺ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടിയൊക്കെ ബെറ്റർ ആ ഒരു TPU കേസും കൂടി ഇട്ടിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഇതിൻ്റെ ബാക്കിൽ പ്ലാസ്റ്റിക് ബാക്ക് ബോഡിയാണ് വരുന്നത്. അത്യാവശ്യം തരക്കേടില്ലാത്തൊരു പ്ലാസ്റ്റിക് ബാക്ക് ബോഡി ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇനി പോർട്സും ബട്ടൺസും ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സൈഡിൽ പവർ ബട്ടൺ വരുന്നുണ്ട്. അതിൽ തന്നെയാണ് ഫിംഗർ പ്രിന്റ് സെൻസറും വരുന്നത്. പിന്നെ മുകളിൽ നമുക്കൊരു സെക്കൻഡറി നോയ്സ് ക്യാൻസലേഷൻ മൈക്ക് ലഭിക്കുന്നുണ്ട്. ഈ ഒരു സൈഡിലായിട്ട് സിം ട്രേ വരുന്നുണ്ട്. സിം ട്രേയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ഡെഡിക്കേറ്റഡ് മെമ്മറി കാർഡ് സ്ലോട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് 2 സിം യൂസ് ചെയ്യുമ്പോൾ തന്നെ സെപ്പറേറ്റ് ആയിട്ട് ഒരു മെമ്മറി കാർഡ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ ഒരു സൈഡിലായിട്ട് വോളിയം ബട്ടൺസ് വരുന്നുണ്ട്. ഇനി താഴത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 3.5mm ഓഡിയോ ജാക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ നോയ്സ് ക്യാൻസലേഷൻ മൈക്ക് വരുന്നുണ്ട്. പിന്നെ ടൈപ്പ് സി ചാർജിംഗ് പോർട്ട് എടുത്തിട്ടുണ്ട്. സ്പീക്കറും വരുന്നുണ്ട്. സ്പീക്കറിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ സിംഗിൾ സ്പീക്കർ ഇതിൽ വരുന്നുള്ളൂ. ഇപ്പം 15,000-17,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ പല ഫോണുകളിലും ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഒക്കെ ഉണ്ട്. പക്ഷേ ഇതിൽ സിംഗിൾ സ്പീക്കറേ ഉള്ളൂ. ആ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. എന്തായാലും നമുക്ക് ഫോൺ ഒന്ന് ബൂട്ട് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഫോൺ ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഇതിൽ നോക്കിയാൽ കാണാൻ പറ്റും, ഇതിൽ കുറേ ബ്ലോട്ട്വെയർസ് ഇൻസ്റ്റാൾ ആയിട്ട് വരുന്നുണ്ട്. മോജ്, ഫോൺ പേ, ജോഷ്, ഡെയിലി ഹണ്ട്, ഷെയർ ചാറ്റ്, സ്നാപ്ചാറ്റ്, ആമസോൺ, ഫേസ്ബുക്ക്, പബ്ലിക്, അങ്ങനെ കുറേ ആപ്പുകൾ ഇതിൽ ഇൻസ്റ്റാൾ ആയിട്ട് വരുന്നുണ്ട്. പിന്നെ ഒരു കാര്യം എന്താ വെച്ചാൽ ഈ ആപ്പുകൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷേ എന്നാലും ബ്ലോട്ട്വെയർസ് അത്യാവശ്യം നല്ലോണം ഉണ്ട്. എനിക്ക് തോന്നിയത് കുറച്ചും കൂടിയൊക്കെ ബ്ലോട്ട്വെയർസ് അവർക്ക് കുറയ്ക്കായിരുന്നു. പിന്നെ ഈ ഒരു പേജിൽ വരുന്ന ആപ്പുകൾ ഞാൻ രണ്ടാമത് ഡൗൺലോഡ് ചെയ്തതാണ്. ഇതൊക്കെയാണ് ബ്ലോട്ട്വെയർസ് ആയിട്ട് വരുന്ന ആപ്പുകൾ. അപ്പോൾ അത്യാവശ്യം ബ്ലോട്ട്വെയർസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി സോഫ്റ്റ്വെയറിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ Android 12 സോഫ്റ്റ്വെയർ ഇപ്പം വരുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം എന്താ വെച്ചാൽ ഫോൺ നമ്മൾ മേടിക്കുമ്പം Android 11 സോഫ്റ്റ്വെയർ ആയിരിക്കും ഇതിൽ വരിക. അപ്പോൾ ഞാൻ അപ്ഡേറ്റ് ചെയ്തതാണ്. എന്തായാലും ഇപ്പം ഇതിൽ Android 12 ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഔട്ട് ഓഫ് ദി ബോക്സ് നമുക്ക് Android 11 സോഫ്റ്റ്വെയർ ആണ് ലഭിക്കുന്നത്. എന്തായാലും Android 12 അപ്ഡേറ്റ് ഒക്കെ ഇതിൽ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. പിന്നെ ഇപ്പം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ഓഗസ്റ്റിൽ സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഇനി നമ്മൾ ഡിസ്പ്ലേയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ 6.6 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ LCD പാനലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. AMOLED ഡിസ്പ്ലേ ഒന്നും കൊടുത്തിട്ടില്ല. ഇപ്പോൾ ഡിസ്പ്ലേയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം തരക്കേടില്ലാത്ത ഡീസൻ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ AMOLED ഡിസ്പ്ലേ ഇല്ല എന്നേ ഉള്ളൂ. എന്തായാലും AMOLEDൻ്റെ അത്ര ക്വാളിറ്റി എത്തില്ല, എന്നാലും അത്യാവശ്യം തരക്കേടില്ലാത്ത ഒരു LCD ഡിസ്പ്ലേ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ റിഫ്രഷ് റേറ്റിൻ്റെ കാര്യത്തിൽ ഇതിൽ കുറേ ഓപ്ഷൻസ് ഒന്നും വരുന്നില്ല. കാര്യമായിട്ട് 3 ഓപ്ഷൻസേ വരുന്നുള്ളൂ. ഒന്നുകിൽ നമുക്ക് 144 ഹെർട്സിൽ റിഫ്രഷ് റേറ്റ് സെറ്റ് ചെയ്ത് വെക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ 60 ഹെർട്സിൽ സെറ്റ് ചെയ്ത് വെക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഓട്ടോ സെലക്റ്റും കൊടുക്കാം. അതിൻ്റെ ഇടയിലുള്ള 90 ഹെർട്സ് അങ്ങനെയൊന്നും ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നില്ല. 120 ഹെർട്സ് ഒന്നും ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നില്ല. ഒന്നുകിൽ 60 അല്ലെങ്കിൽ 144. എന്നാലും 144 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നല്ലൊരു കാര്യം തന്നെയാണ്. ഇപ്പോൾ വീഡിയോ ഒക്കെ പ്ലേ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം തരക്കേടില്ലാത്ത ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ കളേഴ്സ് ഭയങ്കരമായിട്ട് പോപ്പപ്പ് ചെയ്തിട്ട് എടുത്ത് കാണിക്കുന്നുണ്ടോയെന്ന് വെച്ചാൽ അങ്ങനെയൊന്നുമില്ല. എന്നാലും ഡീസൻ്റ് ആയിട്ടുള്ള രീതിയിൽ കളേഴ്സ് കാണിക്കുന്നുണ്ട്. വലിയ തരക്കേടില്ലാത്ത ഡിസ്പ്ലേ എന്നൊക്കെ പറയാവുന്നതാണ്. ഇനി സൗണ്ടിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു ഇതിൽ സിംഗിൾ സ്പീക്കറേ വരുന്നുള്ളൂ, ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് വരുന്നില്ല. അപ്പം ആ ഒരു കാര്യം ശ്രദ്ധിക്കണം. സൗണ്ട് ക്വാളിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം തിരക്കുകളില്ലാത്ത സൗണ്ട് ക്വാളിറ്റി ഉണ്ട് എന്നേ പറയാൻ പറ്റുള്ളൂ. ഭയങ്കര മികച്ചൊരു സൗണ്ട് ക്വാളിറ്റി ഉണ്ട് എന്നൊന്നും പറയാൻ പറ്റില്ല.
എന്നാലും ഓക്കെ, വലിയ തിരക്കേടില്ല എന്ന് പറയാം. ഇനി ഈ ഒരു ഫോൺ ഞാൻ എടുക്കാനുള്ള മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ പ്രോസസ്സറാണ്. സ്നാപ്ഡ്രാഗൺ 778G എന്ന പ്രോസസ്സർ ഈ ഫോണിൽ വരുന്നുണ്ട്. ഇപ്പം 20,000 രൂപ പ്രൈസ് റേഞ്ചിൽ നോക്കുകയാണെങ്കിൽ തന്നെ ആ ഒരു പ്രൈസ് റേഞ്ചിൽ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സറാണ് ഈ ഒരു സ്നാപ്ഡ്രാഗൺ 778G എന്ന പ്രോസസ്സർ. ആ ഒരു ടൈമിലാണ് ഈ ഒരു ഫോൺ 15,000 രൂപ പ്രൈസ് റേഞ്ചിൽ കിട്ടുന്നത്. അപ്പം പ്രോസസ്സർ കണ്ടിട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ ഞാൻ എടുത്തത്. ഇനി ഇപ്പം ആൻതുതു സ്കോറും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ മികച്ചൊരു ആൻതുതു സ്കോറും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും 5,29,000 ആൻതുതു സ്കോർ വരുന്നുണ്ട്. പൊതുവേ ഈ ഒരു 15,000 17,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ 3.5 ലക്ഷം ആൻതുതു സ്കോർ, 4 ലക്ഷം എന്നൊക്കെ പറയുന്നത് വളരെ നല്ലൊരു സ്കോറാണ്. ആ ഒരു ടൈമിലാണ് നമുക്ക് ഈ ഒരു ഫോണിൽ 5 ലക്ഷത്തിൻ്റെ പുറത്ത് ആൻതുതു സ്കോർ കിട്ടുന്നത്. അപ്പം അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഗീക്ക് ബെഞ്ച് സ്കോറൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ മികച്ചൊരു സ്കോർ ഗീക്ക് ബെഞ്ചിലും വരുന്നുണ്ട്. ഇപ്പോൾ ഗീക്ക് ബെഞ്ചിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്കോർ 791 സിംഗിൾ കോറിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ മൾട്ടി കോറിൽ 2633 വരുന്നുണ്ട്. അത് അത്യാവശ്യം നല്ല സ്കോർ തന്നെയാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ. ഇപ്പോൾ ഞാൻ ത്രോട്ട്ലിംഗ് ടെസ്റ്റ് റൺ ചെയ്തിട്ടുണ്ട്. ഏകദേശം 12 മിനിറ്റോളം റൺ ചെയ്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് റിസൾട്ട് നോക്കിയാൽ കാണാൻ പറ്റും. ഓൾമോസ്റ്റ് ഫുൾ ടൈമിൽ ഇത് ഗ്രീനിൽ തന്നെയാണ് നിൽക്കുന്നത്, താഴത്തോട്ട് പോകുന്നില്ല. അപ്പം ത്രോട്ട്ലിങ്ങും വല്ലാതെ ഇല്ല എന്ന് പറയാവുന്നതാണ്. അതും വളരെ നല്ലൊരു കാര്യമാണ്. മികച്ചൊരു പെർഫോമൻസിൻ്റെ കൂടെ ത്രോട്ട്ലിംഗ് ഇഷ്യൂസും വല്ലാതെ വരുന്നില്ല. അതുപോലെ തന്നെ സ്കോറുകളും അത്യാവശ്യം നല്ല രീതിയിൽ ഇതിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയുന്നുണ്ട്. അപ്പം അതും നല്ലൊരു കാര്യം തന്നെയാണ്. ഇപ്പോൾ ഗെയിമിങ്ങിൻ്റെ കാര്യമൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ വലിയ ഇഷ്യൂസൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. അത്യാവശ്യം നല്ലൊരു എക്സ്പീരിയൻസ് ലഭിച്ചിട്ടുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിനനുസരിച്ചിട്ട് അത്യാവശ്യം നല്ലൊരു ഗെയിമിംഗ് എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഇതിലെനിക്ക് ലഭിച്ചിട്ടുണ്ട്. ജസ്റ്റ് ഇനീഷ്യൽ ഇംപ്രഷൻസ് ആണ്, ഫൈനൽ റിവ്യൂ അല്ല. ഇനീഷ്യൽ ഇംപ്രഷൻസ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു എക്സ്പീരിയൻസ് ഗെയിമിങ്ങിൽ ലഭിക്കുന്നുണ്ട്. ഇനി ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിൽ 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്കിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. 48 മെഗാ പിക്സൽ മെയിൻ ക്യാമറ സെൻസർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 മെഗാ പിക്സൽ ഡെപ്ത് സെൻസറും അതുപോലെ തന്നെ 2 മെഗാ പിക്സൽ മാക്രോ ലെൻസും കൊടുത്തിട്ടുണ്ട്. അപ്പം അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ഒന്നും വരുന്നില്ല. പൊതുവേ ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ വരുന്ന ഫോണുകളിൽ കാണുന്ന ഒരു കാര്യമാണ് അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ്. അതൊക്കെ ഇവിടെ മിസ്സിംഗ് ആണ്. അപ്പം ആ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞു വെക്കുക. പിന്നെ ഇത് അത്ര ഒരു ക്യാമറ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഫോണല്ല. ചില ഇമേജസും കാര്യങ്ങളൊക്കെ ഞാനിവിടെ വെക്കുന്നുണ്ട്. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വളരെ മികച്ചൊരു ക്യാമറ ആയിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ഡീസൻ്റ് ആയിട്ടുള്ള തിരക്കുകളില്ലാത്തൊരു ക്യാമറ സെറ്റപ്പ് വരുന്നുണ്ട് എന്ന് പറയാം. എന്തായാലും ഫൈനൽ റിവ്യൂസിൽ അതിനെ പറ്റിയിട്ടുള്ള കൂടുതൽ കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നതായിരിക്കും. പിന്നെ ഇതിൽ Wi-Fi 6 സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, 5G സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 5G ബാൻഡുകളുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 5 5G ബാൻഡ്സ് ഇതിൽ വരുന്നുണ്ട്. മേജറായിട്ടുള്ള 5G ബാൻഡ്സ് ഒക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ബ്ലൂടൂത്ത് 5.2 സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വൈഫൈ കോളിംഗ്, ഡ്യുവൽ 4G ഇതുപോലുള്ള ഫീച്ചേഴ്സൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൽ വൈഡ് വൈൻ L1 സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ട്. അവൻ നെറ്റ്ഫ്ലിക്സിലും ആമസോണിലൊക്കെ നമ്മൾ വീഡിയോസൊക്കെ സ്ട്രീം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും. പിന്നെ പറയാൻ വിട്ടുപോയൊരു കാര്യം എന്താ വെച്ചാൽ യൂട്യൂബിൽ ഇതിൽ HDR വീഡിയോ പ്ലേ ബാക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സെറ്റിങ്സിൽ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. ഇതിൽ HDR വീഡിയോ പ്ലേ ബാക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം അത് നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ ബാറ്ററിയുടെ കാര്യം പറയുകയാണെങ്കിൽ 5000 mAh ബാറ്ററിയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ 30 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഇത് ജസ്റ്റ് ഇനീഷ്യൽ ഇംപ്രഷൻസ് മാത്രമാണ്, ഫൈനൽ റിവ്യൂ അല്ല. നമ്മൾക്ക് യൂസ് ചെയ്ത് നോക്കിയാലേ കൂടുതൽ എന്തൊക്കെയാണ് പ്രശ്നങ്ങളുള്ളത്, അതുപോലെ തന്നെ പോസിറ്റീവ്സ് എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുള്ളൂ. എന്തായാലും ഇതിൻ്റെ റിവ്യൂവും കാര്യങ്ങളൊക്കെ അടുത്ത് തന്നെ വരുന്നതായിരിക്കും. പിന്നെ പറയേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഈ ഒരു ഫോൺ മെയിനായിട്ട് ടാർഗറ്റ് ചെയ്യുന്നത് ആരെയാണെന്ന് വെച്ചാൽ മെയിനായിട്ട് ഗെയിമിങ്ങും അതുപോലെ തന്നെ പെർഫോമൻസ് ഒക്കെ നോക്കുന്നവരെയാണ് ഈ ഒരു ഫോൺ ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ആ ഒരു കാറ്റഗറിയിൽ പെടുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോൺ കൺസിഡർ ചെയ്യാം. എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഈ ഒരു വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.